അനുതാപത്തിൻ്റെ ഒരു സെക്ഷൻ കഴിയുമ്പോഴാണ് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവ് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും ഇവയേക്കാൾ വലിയ കാര്യങ്ങളും. വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോവുകയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ദർശിക്കുകയും ചെയ്യുമെന്ന് പറയും. ഈ വലിയ കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് പിതാവിൻ്റെ അടുത്ത് പോകണം. പിതാവിൻ്റെ അടുത്ത് പോണത് എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും. അതാണ് പിതാവിൻ്റെ അടുത്ത് പോകണം. നമ്മൾ വലിയ കാര്യങ്ങൾ ദർശിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ ദർശിക്കുമെന്ന് പറഞ്ഞാൽ പക്ഷെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 14:16 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിനോട് അടുത്ത് പോവുകയും പിതാവിനോട് ചോദിക്കുകയും. അടുത്ത വായിച്ചേ. എന്നേക്കും നിങ്ങളോട് കൂടെ എന്നേക്കും പറഞ്ഞ എന്നേക്കും നിത്യത വരെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. സഹായകനെ വാഗ്ദാനം ചെയ്ത പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവരുടെ അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കണ്ടന്റ് വൈസ് പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖമോ പാപം ഉപേക്ഷിക്കലോ മാത്രമല്ല, മറിച്ചെന്താണ്? ഇവർ രണ്ടുപേരും, ഈ പത്രോസും സമറിയക്കാരത്തിയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും അതായത് പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുന്ന ഇടവേതാണെന്നറിയാവോ? കെസറിയ ഫിലിപ്പി. അതായത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗവർണറാണ്, ഇസ്രായേലിലെ ഗവർണറാണ്. കെസർ എന്ന് പറഞ്ഞ സീസർ, റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ഭരിക്കുന്ന ടെട്രാക്കായ പ്രവിശ്യ തലവനായ ഫിലിപ്പ് ഒരു ദേവാലയം പണിതു. അതാണ് കെസറിയ ഒരു സിറ്റി പണിതിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിയും. അതിൻ്റെ പുറത്ത് കുറേ ദേവതകളെ സൃഷ്ടിക്കുക. ആ ദേവതകളുടെ മുമ്പിൽ കെസറിയ ഫിലിപ്പിയിലാണ് ഈ പത്രോസ് വന്ന് പെടുന്നത്. അവിടെ വെച്ചാണ് കർത്താവ് ചോദിക്കുന്നത്, whom do you say that I am? Take the word of God. മത്തായി 16:13 യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവിടെയാണ് വിഷയം വരുന്നത്. കാര്യം ഈ ഫിലിപ്പ് ഗവർണറെ ഈ സീസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പല വിഗ്രഹങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രവർത്തിയുടെ വിഗ്രഹമുണ്ട്, പിന്നെ കുറേ ചക്രവർത്തി ആരാധിക്കുന്ന ഡയാന ദേവിയുടെ വിഗ്രഹമുണ്ട്. പല വിഗ്രഹങ്ങൾ ഇങ്ങനെ ഈ മട്ടുപ്പാവൂർ ഈ കെസറിയ ഫിലിപ്പിയുടെ ക്ഷേത്രത്തിന് മുകളിലുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ഇതിന് മുമ്പ് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, whom do you say that I am? എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ഈ ക്ഷേത്രങ്ങളുടെ മുകളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ഇങ്ങനെ നോക്കും. അപ്പോൾ ബറൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? അവയ്ക്ക് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, അവയ്ക്ക് ചെവി കൊണ്ട് പക്ഷെ കേൾക്കുന്നില്ല, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് ജീവനില്ല. ഇത്രയും മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒരു നെടുവീർപ്പോടെ പറയും, ഇതുപോലെയുള്ള കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ജീവനില്ലാത്ത ദൈവമല്ല നീ. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. കൈയടിക്കട്ടെ. അപ്പോൾ പത്രോസ് പറയും, ഇതുപോലുള്ള ഒരു ദൈവമല്ല നീ. നിന്നെ ഞാൻ കണ്ടു. നീ കണ്ണിന് കാഴ്ച കൊടുക്കണേ കണ്ടു, ചെവികൾക്ക് കേൾവി കൊടുക്കണേ കണ്ടു, ഊമന സംഭാഷണ ശക്തി കൊടുക്കണേ കണ്ടു, കടലും മീത് നടക്കുന്ന കണ്ടു. നീ മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന ജീവനുള്ള ദൈവമാണ്. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവിക്കണ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ മിശിഹ പുത്രനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് സാക്ഷരത, ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ പ്രൊക്ലെയിം മീ മൈസെൽഫ് ആസ് എ മിശിഹ. നീ എന്നെ മിശിഹയായിട്ട്, രക്ഷകനായിട്ട്, ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു. അത് നീയല്ല, അത് ഐ നോ ഇറ്റ്. അത് നീയല്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിച്ചത്. അതാണ് നിനക്ക്. പക്ഷേ പിന്നെ ഈശോ പറയും, ഈ പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇത് നീ അറിഞ്ഞു, അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും.
അതാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിൻ്റെ താഴെയുള്ള വീടാർപ്പണ പ്രവചനം വായിച്ച് 17 താഴെയുള്ളത് 16:21 അപ്പോൾ മുതൽ ഇപ്പോൾ മുതലാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പോൾ മുതൽ? യേശു അതെ, ക്രിസ്തുവാണെന്നുള്ള അറിവിൽ കൊണ്ടേ 10 ദിവസം എത്തിച്ചു. ആ ക്ലാസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങുകയാണ്. ആ ക്ലാസ് മാറുക പക്വതയ്ക്ക്. നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോൾ പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ, അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ. നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അച്ചാരം മാത്രമാണത്. അതിന് മുഴുവൻ തുകയും കൊടുക്കണം. അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട്, അല്ലേ? അത് ആ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം. കാര്യം നിങ്ങൾ പറയും ഉടമ്പടി എടുത്തിട്ട് 5 കാര്യങ്ങളും നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. ഇപ്പോൾ ഒന്നും മാറാത്തവരാണ് ഈ പന്നി പറയണത്. അതാണ് പ്രശ്നം. ഈ 5 കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 5 കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള അളിഞ്ഞ മോന്തമായിട്ടാണ് ഇവർ കസാനം കെട്ടി എഴുന്നള്ളിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത് ഈ സംശയം എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു 5 കൊല്ലം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു. അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മത്തായി 16:24 യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ? അപ്പോൾ ഇനി അടുത്ത നടപടിയിൽ നമുക്ക് 6 കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ 3 കാര്യങ്ങൾ നടന്നിട്ട് 3-ാമത്തെ കാര്യം നിങ്ങൾ ഓർക്കും ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന്. പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും. എന്താ നടക്കണമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ്. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. അതുപോലെ പരിശുദ്ധാത്മാവിന് നിത്യതയും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ്, ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി. അങ്ങനെയല്ല കർത്താവേ. അപ്പോൾ നിങ്ങളും പറയും അതുപോലെ. അങ്ങനെയല്ല, ബാക്കി എനിക്ക് മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം, പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത്, എന്നെയല്ലേ സംശയം. മകന് ജോലി കിട്ടിയത് അത് കൊള്ളാം, അതിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും നേടിയെടുത്തോളൂ, എന്നാലും സംശയം ഒന്ന് മാറ്റി. അപ്പോൾ നോക്കുക, അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടപ്പോഴും അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി. അപ്പോൾ അവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. വീഡിയോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഉടനെ പത്രോസ് മത്തായി 16:22 പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും പറയുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവേ, അത് നടക്കാതിരിക്കട്ടെ കർത്താവ് എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. പക്ഷേ സെക്കൻഡ് ഫേസ്, എന്നെപ്പോലുള്ളവർ സെക്കൻഡ് ഫേസിൽ അത് നടക്കണ കർത്താവ്, നിൻ്റെ തിരുമനസ്സ് നിറവേറിയാൽ മതി, നിൻ്റെ നാമം പൂജിതമായാൽ മതി, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും. ഒരു വരി മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. ഈ ഒരൊറ്റ വരി ആദ്യം മതിയെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും. എന്താ പറഞ്ഞ കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി രക്ഷിക്കണമേ. പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരുത്തൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ 4 ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വീട് സ്ഥലം വിറ്റ് അപ്പനെയും അമ്മനെയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകും. പ്രലോഭനമാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ ജോലി കിട്ടി, അവൻ്റെ ജോലി തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി. അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത്.
ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി, കണ്ടവൻ്റെ കയ്യിലുമായി, നമ്മുടെ കിഡ്നി വരെ ബാങ്കുകാരൻ്റെ കയ്യിലായി. എന്താണ് അല്ല തമസല്ലേ? എല്ലാവരുടെ കിഡ്നിയും പണയമാണ്. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണേ, ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്ന് അറിയത്തില്ല. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും, നമ്മളെ കൂടെ ചാടും. ഞാൻ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ, ആ വെള്ളത്തിലോട്ട് പോട്ടെ, നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണേ. മക്ക് വിവരമില്ല പറഞ്ഞായിരിക്കും ചിലപ്പോഴേ അവിടെ കൂട്ടുകാരൻ്റെ പോയെന്ന് പറഞ്ഞായിരുന്നു. നമ്മളുടെ വീടും സ്ഥലവും വിറ്റ് ആ പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയുമായിട്ട് ചാടണം പോലെ ചാടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നതിനേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം അത്. പിന്നെ എന്താണ്? ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല. നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി. നമ്മൾ ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും, ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത നല്ല അടി നമുക്കതൊരെണ്ണം മേടിക്കണം. എന്തിനാണ്? വാടക വീട്ടിൽ ഇടാനാണ്. അപ്പം ചോദിക്കണം അതാണ്. ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും, പക്ഷേ അപ്പം പറയും ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ പറയുമ്പോൾ ഈ മെത്തയും കൂടി വലിച്ചോണ്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് ഓട്ടോറിക്ഷക്കാരനും പിന്നെ 120 രൂപ വേറെ കൊടുക്കണം ഈ മെത്ത നോക്കാൻ വേണ്ടി. അതാ പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനത്തിൽ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രയറാണതേ. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം. പ്രൊട്ടക്ഷൻ പ്രയർ ഉണ്ട്, ഡെലിവറൻസ് പ്രയർ ഉണ്ട്, ഡെയിലി മെയിൻ്റനൻസ് പ്രയർ ഉണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി, ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ് കേട്ടോ. ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല. അത്ര സൂപ്പറാണ്. അതിൻ്റെ കൂടെ ഉള്ള അമ്മയുടെ നന്മ നിറഞ്ഞ പറയും നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിന്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തിൽ ഒരു ട്രാൻസിഷൻ എന്താണ്? ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ് നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്രോസിനോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് എക്സ്ട്രാക്ഷൻ വരണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാകുന്നല്ല, നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും. പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം. നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ, ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ? ടി വി ചർച്ച ചെയ്യണമല്ല നിരീശ്വരന്മാരെന്ന് നോക്കി എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടായെങ്കിൽ ഈശ്വരവിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യൻസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും PR-നും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 കൊരിന്ത്യൻസ് 15:19 പറയുന്നു നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ്? ഹതഭാഗ്യരാണ്. നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ്. കാര്യം ഈ ജീവിതം അവർക്കുണ്ട് നമുക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കെട്ടിയെടുത്ത് വിശ്വാസിയാകണത്? വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസി എന്നാണ് എൻ്റെ അർത്ഥം. നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ്. അതിനൊരു ട്രാൻസിഷൻ വേണം. അതിന് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളെ അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളൊക്കെ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. അത് തന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത്. സമരക്കാർക്ക് ഒരു ക്രിസ്തുവിലേക്കുള്ള ട്രാൻസിഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലുള്ള വിശ്വാസം കാണുന്നുണ്ട്. 4:20 എടുത്ത് യോഹന്നാൻ 4:20 ഞങ്ങളുടെ പിതാക്കന്മാർ അതേ കിടക്കണ സംഭവം കണ്ട വേണ്ട. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. മൗണ്ട് ഗെരീസിം, അതാണ് മൗണ്ട് ഗെരീസിം, ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴേ
ജെസേമിൻ്റെ സ്ഥലത്തേക്ക് അപ്പോഴും ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ മറുപടി? യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞേ. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സ്ത്രീയെ അപ്പൊ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത്. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ്. അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും സ്ത്രീയെ പുരുഷ എന്താണ് എന്നെ വിശ്വസിക്കുക. പിന്നെന്താണ്? ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഇവിടെ വായിച്ചോളൂ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ക്രിസ്തു വരണത് യഹൂദരിൽ നിന്നാണല്ലോ എന്നാണ്. രക്ഷ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അവിടെ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത്? ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ അതായത് അത്ഭുതങ്ങൾ, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രഥമപാഠം പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. രക്ഷകനായി സ്വീകരിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും, അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റും. എന്ത് ചെയ്യും? എന്ത് പറയും? യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീയാണ് ക്രിസ്തു, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ നാമത്തിലേക്ക് നിത്യതയിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പേര് ബെറ്റ്സി വർഗീസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2021 നവംബർ 28-ാം തീയതിയാണ്. ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് പത്രമൊക്കെ കിട്ടി. ഞാൻ അമ്മയുടെ സാക്ഷ്യങ്ങളൊക്കെ വായിക്കാറുണ്ട്, അതിൽ വിശ്വാസമുണ്ട്. എങ്കിലും എനിക്കിവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് യാത്ര ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്ക് ഛർദിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ആ അവസരത്തിൽ എനിക്ക് കുടുംബത്തിൽ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്ക് അമ്മയുടെ അടുത്ത് പോവാം, ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ വന്നില്ല ഏട്ടാ, ചേട്ടൻ പൊക്കളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോവാനായിട്ട് റെഡിയായി. അവിടെ നിന്നൊരു ബസ് 4 മണിക്ക് വരും. അതിവിടെ കറക്റ്റ് പഠിക്കാൻ ഇറങ്ങാൻ പറ്റും. അപ്പം ചേട്ടൻ റെഡിയാണ് കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രയാസം തോന്നി. ഞാനും വേഗം ചാടി എഴുന്നേറ്റ് വേറെ റെഡിയായി ഓടിപ്പടഞ്ഞ് ബസ്സിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ബസ്സിൽ കയറി വന്നു, ഇവിടെ എത്തി. അന്ന് തന്നെ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു. എൻ്റെ 6 നിയോഗങ്ങളൊക്കെ വെച്ചു. അങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയത് എനിക്ക് തണ്ടൽ മിന്നി 2 ദിവസം വരെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലൊക്കെ പുരട്ടി അങ്ങനെ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകേണ്ട അമ്മയുടെ വിശ്വാസത്തോടുകൂടി ഞാൻ പുരട്ടി. പക്ഷെ എനിക്ക് മാറണില്ല. അങ്ങനെ എന്നാൽ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാൻ റെഡിയായി. വീണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ വിടാണോ, ഇത് മാറ്റി തന്നൂടെ അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കട്ടിലും ഇരുന്നാണ്. ചുരിദാറിൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റാണ്ട് അനക്കാൻ പറ്റണില്ല. അങ്ങനെ അത് ഇട്ടും കൊണ്ട് ഒന്ന് എണിറ്റു വശം തന്നെ ആ വേദന എങ്ങോട്ടോ മാറിയെന്നറിയില്ല, പെട്ടെന്നായിപ്പോയി. സെക്കൻഡിനുള്ളിൽ എനിക്ക് ആ വേദന മാറി. അതെനിക്ക് ആദ്യം കിട്ടിയ സാക്ഷ്യം. പിന്നെ എൻ്റെ ഈ കാലിൻ്റെ തുടയുടെ ഉള്ളിൽ ഒരു തടിപ്പുണ്ടായിരുന്നു, ഒരു പാലുണ്ണി പോലെ. എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, കാല് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ആ സമയത്തായിരുന്നു ജപമാല റാലി. ഞാൻ അമ്മയുടെ അടുത്ത് റാലിയിൽ പങ്കെടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോകുള്ളൂ നിയോഗം വെച്ച്. അങ്ങനെ അമ്മയുടെ അടുത്ത് ജപമാല റാലിയിൽ കൂടി അപ്പം ഒന്നും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും തുടങ്ങി വേദന. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഡേറ്റ് നിശ്ചയിച്ച് ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ കയറി കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റൊക്കെ നിശ്ചയിച്ച് വീട്ടിൽ വന്നു.
വീണ്ടും ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ തിയേറ്ററിൽ കയറ്റി ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് എനിക്ക് അമ്മയ്ക്ക് ഇത് അമ്മയുടെ തൈലം പറ്റി എനിക്ക് മാറി കിട്ടി തന്നൂടെ അമ്മ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തൈലം പുരട്ടി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോണേക്ക് മുന്നേ തൈലം പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചപ്പോൾ, വെളുപ്പിന് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചപ്പോൾ ഞാൻ വീണ്ടും തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിക്കണ ഒന്ന് നോക്കിയാൽ അത് പോയിട്ടുണ്ടാവുന്നു. ഞാൻ നോക്കി, പെട്ടെന്ന് തന്നെ അത് അടന്നു പോയി, എവിടെ പോയെന്നില്ല. അത് എനിക്കൊരു സാക്ഷിയായിരുന്നു. പിന്നെ എനിക്കൊരു സ്ഥലം, മക്കൾ ഇങ്ങനെ, എനിക്ക് 2 ആൺപിള്ളേരാണ്. 2 പഠിച്ചവൻ, മൂത്ത മോൻ MBA കഴിഞ്ഞു, രണ്ടാമത്തെ മോൻ BTech കഴിഞ്ഞു. ജോലിയൊന്നും ഇല്ലാതെ മക്കൾ പിന്നീട് കാനഡയ്ക്ക് പോയി. അവിടെ ഇപ്പം നല്ല കടബാധ്യതകൾ വന്നു, 2 പോയതിൻ്റെ. അങ്ങനെ ഞാൻ ഒരു സ്ഥലം വിൽക്കാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ ആദ്യം തന്നെ വെച്ചതാണ്. 3 വർഷമായി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു കാശുരൂപം തന്ന് വെഞ്ചിരിച്ച് അതവിടെ കൊണ്ടുപോയി കുഴിച്ചിട്, സ്ഥലം സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് ആ സ്ഥലം വിറ്റു. കുറേ ബാധ്യതകൾ എനിക്ക് തീർക്കാൻ സാധിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ സാക്ഷ്യം, എൻ്റെ മകന് PR അപ്ലൈ ചെയ്തിട്ട് 1 മാസമുള്ളൂ ഇനി. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഇതിന് ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ചിലവാണ്. അല്ലാണ്ട് തന്നെ അവർക്ക് ബാധ്യതയുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് ജൂലൈ 13-ാം തീയതിയാണ് അവൻ്റെ ബർത്ത്ഡേ ഡേറ്റ്. അപ്പം ഞാൻ ജൂണിൽ ലാസ്റ്റ് ആവും ഇത് PR-ൻ്റെ ഡേറ്റ്. അപ്പം ഞാൻ മെയ്യിലാണ് ഇപ്പം മോൻ പറയുന്നത്. മെയ് 13-ന് മോൻ്റെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 6-ാം തീയതി അവന് PR കിട്ടി. അത് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അവർ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അവരുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഉള്ളിലും അവർ വിസയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ 1.5 വർഷമായിട്ടും ഞങ്ങൾക്കത് കിട്ടാണ്ടിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ അത് തരുമെന്ന്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതും ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എപ്പം നോക്കിയാലേ എപ്പോഴും അമ്മയുടെ സുഗന്ധം എനിക്ക് അനുഭവിക്കാറുണ്ട്. നല്ല മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അമ്മയുടെ ഞാൻ അനുഭവിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ തുടങ്ങി ഉള്ളതാണ്. ആരെ കണ്ടാലും ആരിൽ അർഹത ഉള്ളവർക്ക് ഞാൻ ചോദിച്ചില്ലെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതൊരു മനസ്സിന് സന്തോഷമാണ്. പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൂടുതലും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അഗതി മന്ദിരങ്ങളിൽ പോയി അമ്മമാരെ സഹായിക്കും. എന്നെക്കൊണ്ട് സാധിക്കുന്ന ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ, കാശുരൂപം ഇതൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം രോഗാവസ്ഥയിലൂടെയൊക്കെ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ പേര് ലിസി സണ്ണി. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ എഡ്വിൻ സണ്ണി. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് 2023 ജൂൺ മാസം 15-ാം തീയതിയാണ്. എൻ്റെ പാൻക്രിയാസിലുണ്ടായ ഒരു സിസ്റ്റാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2022 എനിക്ക് വയറിന് ചില അസ്വസ്ഥതകൾ വന്നു. ഞാൻ കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഗാസ്ട്രോയുടെ ഡോക്ടറെ കണ്ടു. അപ്പോൾ MRI ചെയ്തു, അതുപോലെ എൻഡോസ്കോപ്പി ചെയ്തു, ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു. പക്ഷേ 1 വർഷം കഴിഞ്ഞ് 2023 ഏപ്രിലായപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ ഹെഡ് മിസ്സസ്സാണ്. അതുകൊണ്ട് വെക്കേഷൻ ആയപ്പോൾ ഞാൻ ഓർത്ത് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നോർത്ത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. ടെസ്റ്റ് ചെയ്തു, CT സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് പഴയ പോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്തു. 3 ദിവസം അവിടെ അഡ്മിറ്റായി. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു 3 ആഴ്ചയ്ക്കകം ഓപ്പറേഷൻ ചെയ്യണം, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പാൻക്രിയാസിൻ്റെ ഹെഡിലാണ് സിസ്റ്റ് ഉണ്ടായേക്കുന്നത്, അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ ആകെ പ്രശ്നങ്ങളാണ്, ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ സ്കൂൾ തുറന്നതേ ഉള്ളൂ, ഞാൻ ഓണത്തിൻ്റെ അവധിക്ക് വരാം എന്ന് പറഞ്ഞു പോന്നു. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു, എന്തെങ്കിലും ഒരു നല്ല പ്രാർത്ഥന ഞാൻ നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വളരെയധികം വിഷമമായി. കാരണം ഡോക്ടർ പറഞ്ഞത് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്, അതുപോലെ ഒരു 8 ലക്ഷം രൂപ, 10 ദിവസം ഹോസ്പിറ്റലിൽ ആകെ വെള്ളം മാത്രം കുടിച്ച് കിടക്കണം, പിന്നെ 3 മാസം ഫുൾ റെസ്റ്റ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു പേടിക്കണ്ട, സാരമില്ല, ഞങ്ങളൊക്കെ വന്ന് നിൽക്കാം, പൈസയൊന്നും സാരമില്ല, നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാം
ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ. അങ്ങനെ ഞാൻ ഓരോ ദിവസം എന്ത് ചെയ്യണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ചേച്ചിയുണ്ട്, എറണാകുളത്തുള്ള ഫിലോ എന്നാണ് പേര്. ചേച്ചിയോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, നീ കൃപാസനത്തിൽ പോകും, അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ അസുഖം പോകും. അങ്ങനെയാണ് ഞാൻ ജൂൺ 15 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മൾ നിയോഗം സമർപ്പിക്കാൻ വന്നപ്പോഴേ ഇവിടെ കാഞ്ഞിരപ്പള്ളിക്കാരി ഒരു ചേച്ചി അതിൻ്റെ പാമ്പുകടി കയറ്റ് ഐസി കിടന്നും രോഗശാന്തി ലഭിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് മനം നൊന്തി മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കണേ, എന്നെ അങ്ങേ മഹത്വപ്പെടുത്താൻ എന്നെ ഇടയാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഈ ശനിയാഴ്ച ഞാൻ വരുന്നത് ബുധനാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ എൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടും എല്ലായിട്ട് വരാം എന്ന് വീട്ടുകാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും ഉടമ്പടി എടുത്തതല്ലേ, 1 മാസം ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ജൂലൈ 17 വന്നു. അപ്പോൾ 3 മാസം തികയാൻ ഞാൻ നിന്നില്ല. കാരണം എനിക്ക് സമയം കുറവാണല്ലോ, ഓപ്പറേഷൻ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്നു എൻ്റെ റിസൾട്ടുകളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ടു, അച്ഛൻ സൈറ്റ് തന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ 15 ഇവിടെ വന്നു. അന്ന് മുതൽ ഇവിടുത്തേതായ രീതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം നടത്തി. അതുപോലെ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുർബാന കൂടും. അപ്പോൾ ഓരോ കുർബാന സ്വീകരണത്തിലും കുർബാന നാവിൽ സ്വീകരിച്ചതിന് ശേഷം ഞാനത് കുർബാന പെട്ടെന്ന് ഇറക്കി വിടില്ല. അത് കൈകൂട്ടി പിടിച്ച് മനംനൊന്ത് ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോയെ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ അങ്ങാണല്ലോ, അതുപോലെ ഏറ്റവും വലിയ മരുന്നും ഈ വിശുദ്ധ കുർബാനയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ പാൻക്രിയാസിലുള്ള സിസ്റ്റം ഒന്നുകിൽ ഉരുക്കിക്കളയണം, അല്ലേ അതിനെ കരിയിച്ച് കളയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ ഈ യൂട്യൂബിലെ പ്രാർത്ഥന ചൊവ്വാഴ്ന്നല്ല പറ്റുമ്പോഴൊക്കെ ഫോണിൽ കാണും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അത് കേൾക്കും. വൈകുന്നേരം വീട്ടിൽ വന്ന് രൂപത്തിന് മുന്നിൽ നിന്ന് ഈ ആരാധന കൂടും. അപ്പോൾ കൈ വിരിച്ച് നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചു. അതിനുശേഷം കിടക്കുമ്പോൾ ഞാൻ പത്രം എൻ്റെ അടുക്ക് വയ്ക്കും. എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ വയറായി വെക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും, മാതാവേ മക്കൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അങ്ങാണല്ലോ അവരെ ആശ്വസിപ്പിക്കുന്നത്, അതുപോലെ എന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വരണേന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസങ്ങളോടോ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ അടുത്ത് വന്ന് മാതാവ് നിൽക്കുന്നതായ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറവുണ്ടല്ലോ, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനകളൊക്കെ തുടർന്നു. 6 മാസത്തിന് ശേഷം ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫെബ്രുവരിയിലായിരുന്നു പോകേണ്ടത്, ഞാൻ പോയില്ല. എനിക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞെന്ന് എനിക്ക് തോന്നി. എന്നാലും ഈ പത്രവിതരണമൊക്കെ സാധാരണ പോലെ 3 ഘട്ടമൊക്കെ ഞാൻ കൊടുക്കാറുള്ളായിരുന്നു ഉടമ്പടി പുതുക്കുമ്പോൾ. അല്ലാതെ പറ്റുമ്പോഴൊക്കെ ഓരോ മാസവും ഇവിടെ വരുന്നവരെ കൊണ്ട് മേടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പത്രവിതരണത്തിലൊക്കെ എൻ്റെ ഭർത്താവ് സഹായിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ പോകുമ്പോൾ കുറച്ച് പത്രം എടുത്ത് എൻ്റെ ഈ രോഗത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്വന്തം വീട് കട്ടപ്പനയാണ്. ഞാൻ ഏപ്രിൽ മാസം സ്കൂൾ അടച്ചപ്പോൾ ഞാനെന്നാൽ ഓർത്ത് കുറച്ച് പത്രം അധികം മേടിക്കാമെന്ന് ഓർത്ത് ഇവിടെ വന്ന് 7 ഘട്ടം പത്രം മേടിച്ചു. പത്രം മേടിച്ച് എൻ്റെ പഴയ നാട്ടിൽ ചെന്ന് ഓരോ വീട്ടിൽ കൂടെ കയറി എല്ലാവരോടും എൻ്റെ അസുഖങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് പത്രം കൊടുത്തു. അങ്ങനെ ഏപ്രിൽ 26 ഇലക്ഷൻ്റെ അന്ന് പിറ്റേ 27 ഡോക്ടറെ കാണാൻ പോകണം. 26 ഇലക്ഷൻ്റെ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കൽ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിനി ഇപ്പോൾ എനിക്ക് രോഗശാന്തി കിട്ടിയില്ലെങ്കിൽ എനിക്കിനിയും കൃപാസനത്തിൽ വന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ ഉടമ്പടി പുതുക്കി ഞാൻ അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. എന്നോട് പലരും ചോദിച്ചു, എത്ര നാളാണ് ഇങ്ങനെ പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്ന എത്രയോ നാൾ ഞാൻ പോകും. ഞങ്ങൾ വരുമ്പോഴെല്ലാം കുടുംബസമേതമാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ബൈബിൾ വായിച്ചു, കൊന്തയൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം മകൻ ചോദിച്ചു, എന്നാ മമ്മി കരയുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ നാളെയാണ് സ്കാനിങ്ങിന് ഞാൻ പോകുന്നത്, എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ അന്ന് വന്നപ്പോൾ അങ്ങയോട് പറഞ്ഞു, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, ഇവിടുത്തെ സാക്ഷിയാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വയറിൻ്റെ ഇടതുവശത്തൊരു വേദന വന്നു. അപ്പോൾ ഞാൻ ഓർത്തിതെന്താ ഇത്ര പെട്ടെന്ന് വേദന വന്നാൽ നാളെ ഹോസ്പിറ്റലിൽ പോക്ക് നടക്കുകയില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കിച്ചണിൽ ചെന്ന് 1 സെക്കൻഡ് ഞങ്ങൾ വേദന പോയി. അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് മാതാവ് എന്നെ സുഖപ്പെടുത്തിയതാണെന്ന്. പിറ്റേ ദിവസം ഡോക്ടറെ ചെന്നു സ്കാൻ ചെയ്തു. ഡോക്ടർ പഴയ റിസൾട്ടെല്ലാം മറിച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ കൃപാസനം മാതാവിലൂടെ എൻ്റെ ഈശോയിലൂടെ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഞങ്ങൾ ജൂൺ 15 ഇവിടെ വരുന്നത്. അപ്പോൾ അവന് +1 അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ
ഞങ്ങളുടെ വീട് പാലായിലാണ്. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ളൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു മാനേജ്മെൻറ്റ് സീറ്റ് തരില്ല. ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെ വിളിച്ചു കൊച്ചിനെ കൊണ്ട് ചേർത്തോളാൻ. അങ്ങനെ അവന് അഡ്മിഷൻ കിട്ടി. കൂടാതെ ചെറുപ്പം മുതലേ ഇവന് എല്ലാ കാര്യത്തിനും ടെൻഷനാണ്. വൈകുന്നേരം ആകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഇവന് ഉറക്കമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇവന് ഉറക്കമില്ല. അങ്ങനെ ഇവിടെ വന്ന് ഈ ഉടമ്പടി തൈലം അതിൽ പിന്നെ ഇവൻ്റെ നെറ്റിയിൽ ഇവൻ ഉറങ്ങിയാൽ പോലും വൈകിട്ട് നെറ്റിയെ പുരട്ടി ഞാൻ യൂട്യൂബിൽ കേൾക്കുന്ന പ്രാർത്ഥനയുടെ ആരാധനാഭാഗം ഇവൻ്റെ അടുക്ക് നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ അങ്ങ് ഇവനെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മിക്ക ദിവസങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഒരു ദിവസം ഞാൻ പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇവൻ്റെ മുറിയിൽ ചെന്ന് ഇവൻ്റെ മുറിയിൽ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് ഇവനെ പൂർണ്ണമായി ഏറ്റെടുത്തുനിന്ന്. അത് കഴിഞ്ഞ് ഇവന് ടെൻഷനില്ല. അതുപോലെ ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് നല്ല ഉറക്കമാണ്. കഴിഞ്ഞ വർഷം അതുപോലെ ഫെബ്രുവരി 28 ഞങ്ങൾ ഇവൻ്റെ +1 ഹാൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ കാശിലും കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ ഒരു പേനയുടെ ക്യാപ്പിൻ്റെ ഇവിടെ അത് ഒട്ടിച്ചു വെച്ചു. അതുകൊണ്ടാണ് പരീക്ഷയിൽ ഞാൻ പറഞ്ഞു മോനെ ഈ പേനയുടെ ക്യാപ്പ് പേന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ മുട്ടിച്ച് വെച്ചാൽ മതി, മാതാവ് വന്ന് നിന്നെ സഹായിച്ചോളും. അപ്പം പരീക്ഷയ്ക്ക് പോയിട്ട് വന്ന് കഴിയുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. മാതാവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോയെന്നൊക്കെ അവൻ പറഞ്ഞു. അവനങ്ങനെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഇടയ്ക്ക് അവൻ കുന്നുകൂടാറുണ്ട്. അതുപോലെ ഈ വർഷവും പറഞ്ഞു അതേപോലെയുള്ള പേന എനിക്ക് മേടിച്ചു തരണം, കാരണം ആ ക്യാപ്പ് മാറി ഇട്ടാൽ മതിയല്ലോ. എനിക്ക് ഈ വർഷവും ഞാൻ അതുകൊണ്ടാണ് അവൻ പോകുന്നത്. അങ്ങനെയാണ് അവൻ്റെ സാക്ഷ്യം. അവനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ 8 വർഷമായി ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടക്കണമെന്ന് ഓർത്തു. എല്ലാവരും വന്ന് കാണും, അവരിഷ്ടപ്പെടും. പക്ഷേ അവസാനം വേണ്ടെന്ന് പറഞ്ഞു. അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴേ അതിന് നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു. മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകളുടെ കുട്ടി 1.5 വയസ്സുള്ള ആളാണ്. അവൾക്ക് ചെറുപ്പം മുതലേ ഫിക്സ് വരുമായിരുന്നു. പല പ്രാവശ്യവും ഇങ്ങനെ ഫിക്സ് വന്ന് കമ്പ് പോലെ എടുത്ത് IC കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കൊച്ചിന് ചെറുതായിട്ട് ഒരു പനി വരാൻ തുടങ്ങി. ഞാൻ കാലിൻ്റെ വെള്ളയിലും കയ്യിലും എല്ലാം തലയിലും എല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ ഇവിടെ സുഖപ്പെടുത്തണേ, എൻ്റെ മാതാവേ കൃപാസന മാതാവേ ഇവിടെ സുഖപ്പെടുത്തണേ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് പറഞ്ഞു അമ്മച്ചി മാതാവ് എനിക്ക് പൂ കൊണ്ടു തന്നു എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. അല്ലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒത്തിരി ഒന്നും ഇറങ്ങി നടന്ന് ചെയ്യാൻ പറ്റുകയില്ല. എങ്കിലും എനിക്ക് ഈശോ ഒരുക്കി തരുന്നത് പോലെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും സഹായമൊക്കെ ചോദിച്ചു വരും, അവർക്കൊക്കെ കൊടുക്കും. സ്കൂളിലാണെങ്കിൽ അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ചെവിവേദന ഒരു ദിവസമാണ് എനിക്ക് രാത്രി 12 മണിയായപ്പോൾ ചെവിവേദന വന്നു. ഞാൻ ഓർത്ത് ഇനി എന്ത് ചെയ്യും, വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ ഓടിച്ചെന്നു, തൈലം എടുത്തു. ഈ ചെറിയ വിരലിൽ ഇങ്ങനെ തൊട്ട് 2 വിശ്വാസ പ്രമാണം ചൊല്ലി 1/2 മണിക്കൂറും വേദന പോയി. പിറ്റേ ദിവസം അങ്ങനെ വേദന വന്നായിട്ട് തോന്നിയിട്ടില്ല. അതുകൂടാതെ എനിക്ക് എന്ത് കാര്യത്തിനും എന്താവും ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിലും ടെൻഷനില്ല. എന്തുണ്ടെങ്കിലും അതുപോലെ എൻ്റെ മകനും പറയും കൃപാസന മാതാവ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും പേടിക്കണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ രോഗശാന്തി അസുഖം മാറിയെന്നറിഞ്ഞപ്പം തന്നെ ഞങ്ങളിവിടെ വരാനിരുന്നതാണ്.